അക്ഷരദേവതയുടെ മുറ്റത്ത് ആദ്യാക്ഷരം കുറിക്കും. കേരള വിഷൻ ന്യൂസ്, കൊല്ലൂർ. ഇത്തരത്തിൽ ആദ്യാക്ഷരമൊക്കെ കുറിച്ച് നല്ല പാഠങ്ങൾ പഠിച്ച് പരീക്ഷ എഴുതി പാസ്സായി IPS അടക്കമുള്ള പരീക്ഷകൾക്കൊക്കെ ശ്രമിച്ച് പോലീസ് ഉദ്യോഗസ്ഥരായവർ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? ആ പോലീസുകാർ ആർക്കാണോ നീതി കൊടുക്കേണ്ടത് ആ നീതി ലഭിക്കേണ്ടവരെ ബലാത്സംഗം ചെയ്യുന്നു. തമിഴ്നാട്ടിൽ വാഹന പരിശോധനയ്ക്കിടെ പോലീസുകാർ യുവതിയെ ബലാത്സംഗം ചെയ്തു. സഹോദരിയുടെ മുന്നിൽ വച്ചായിരുന്നു ക്രൂരത. ആന്ധ്രാപ്രദേശ് സ്വദേശിയായ 23-കാരിയാണ് പീഡനത്തിനിരയായത്. തിരുവണ്ണാമല ഈസ്റ്റ് സ്റ്റേഷനിലെ പോലീസുകാരായ സുരേഷ് രാജ്, സുന്ദർ എന്നിവരെ അറസ്റ്റ് ചെയ്തു. ചൊവ്വാഴ്ച പുലർച്ചെയായിരുന്നു സംഭവം. പുലർച്ചെ നടന്ന പരിശോധനയ്ക്കിടെ പോലീസുകാർ യുവതികൾ സഞ്ചരിച്ച വാഹനം തടയുകയായിരുന്നു. 2 യുവതികളെ വാഹനത്തിനകത്ത് കണ്ടു. അതിൽ ഒരു യുവതികളിൽ ഒരാളെ അടുത്തുള്ള കുറ്റിക്കാട്ടിലേക്ക് കൊണ്ടുപോയി ബലാത്സംഗം ചെയ്യുകയായിരുന്നു. ഉപദ്രവിക്കരുതേ എന്ന സഹോദരി കരഞ്ഞപേക്ഷിച്ചിട്ടും ഫലമൊന്നും ഉണ്ടായില്ല. ബലാത്സംഗത്തിന് ശേഷം പോലീസുകാർ യുവതിയെ റോഡരികിൽ ഉപേക്ഷിച്ചു. സംഭവത്തിൽ ഉന്നതതല അന്വേഷണം ആരംഭിച്ചു. ഈ 2 പോലീസുകാരുടെ ചിത്രങ്ങൾ നോക്കിക്കൊണ്ടേയിരിക്കുക. ഇവരാണ് കാക്കിയിട്ട നരാധമന്മാർ എന്നൊക്കെ വിശേഷിപ്പിക്കേണ്ടി വരുന്നത്. അതിനും മുകളിലാണ് അവരുടെ ക്രൂരതയുടെ ഭീകരത എന്ന് പറയുന്നത്. പോലീസ് വകുപ്പിന് രാജ്യാന്തര തലത്തിൽ തന്നെ വലിയ നാണക്കേടുണ്ടാക്കിയ 2 വ്യക്തികൾ. ഫോൺ ഉപയോഗിക്കുന്നതിനെ ചൊല്ലിയുള്ള തർക്കത്തിനിടെ അമ്മയെ 17-കാരിയായ മകൾ കത്തികൊണ്ട് കുത്തി. ആലപ്പുഴ വാടക്കലിലാണ് സംഭവം. മഹിളാ കോൺഗ്രസ് നേതാവ് ഷാനിക്കാണ് കുത്തേറ്റത്. മൊബൈൽ ഫോൺ സ്ഥിരമായി ഉപയോഗിക്കുന്നത് അമ്മ വിലക്കിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട തർക്കമാണ് ആക്രമണത്തിൽ കലാശിച്ചത്. മകൾ അമ്മയുടെ കഴുത്തിൽ കത്തികൊണ്ട് കുത്തുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ ഷാനിയെ